പോവാൻ തുടങ്ങുന്ന അണിറോസിനെ അപർണ തടഞ്ഞെടുത്താണ്. അജയ് കണ്ടിട്ടല്ലേ നീ പോകുന്നു പറഞ്ഞ് ഇപ്പം എന്താ പോകാൻ തോന്നുന്നു ചോദിക്കും. അണിറോസ് പറയും അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പോകാൻ നോക്കുകയാണ്. ആ സമയത്ത് അപർണ അണിറോസിൻ്റെ മുഖത്തിട്ട് അടിക്കുകയാണ്. അണിറോസ് പറയും ഇതിനുള്ള കണക്ക് തീർക്കാൻ അണിറോസ് വീണ്ടും വരും എന്ന് പറയും. അപർണ പറയും ഇതൊന്നും കേട്ടിട്ട് ഞാൻ പേടിക്കില്ല, ഇറങ്ങി പോടിയെന്ന് പറയും. അണിറോസ് പോയി കഴിയുമ്പോൾ അമ്മ ചോദിക്കും അവളിവിടെ കയറി വന്നപ്പോൾ ഈ ശൂരത്തൊന്നും കാണിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ എന്ന് പറയും. അമല് പറയും അവളെ വെച്ച് മാക്സിമം ഇവിടുത്തെ അന്തരീക്ഷം കലക്കാനാണ് ഇവള് നോക്കിയത്. അപർണ ഇത് കേട്ടിട്ട് ചൂടാവുക നീയൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നിന്നെ കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ എന്ന്. അമല് പറയേ നിന്റെ അച്ഛൻ ജാനകി എഴുതിയെ കൊല്ലാൻ ശ്രമിച്ച പോലെയുള്ള പരിപാടിയൊന്നുമല്ല, അവള് നെഞ്ചത്ത് ഉണ്ട കയറ്റുമെന്ന് പറയും. അപർണ പറയും എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടാ എടുത്ത് പൊട്ടിക്കാൻ പാകത്തിന് ഒത്തിരി തോക്കുകൾ. ജാനകിക്ക് പണിയെടുത്തത് അവളുടെ പഴയ കാമുകർ നകുലനാ, അവളെ കൊല്ലേണ്ട ഗതികേടൊന്നും തമ്പിക്ക് വന്നിട്ടില്ലടാ. അതും പറഞ്ഞ് അപർണ അങ്ങോട്ട് പോവാണ്. അഭി ഹോസ്പിറ്റലിലേക്ക് വന്നു കയറുമ്പോൾ തന്നെ കാണുന്നത് ജാനകിയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നകുലനാണ്. അഭി ചെന്ന് നകുലൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് നിനക്കെന്താടാ ഇവിടെ കാര്യം എന്നൊക്കെ ഭീഷണിപ്പെടുത്തും. ഇന്ദ്രജ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമെങ്കിലും ഇന്ദ്രജനെ തട്ടിമാറ്റി വയ്ക്കും. നിനക്കെന്താടി ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അഭി പറയും ജാനകി ആരും ഇല്ലാത്ത ഒരാളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവൾക്ക് ചുറ്റും അവളെ സംരക്ഷിക്കാൻ ഒരു വലയ തന്നെ ഉണ്ടായിരുന്നു, അവളത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നകുലൻ്റെ മുഴുവൻ കഥകളും ജാനകി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ അവിടെ നിന്ന് ഓടി വന്നത് തന്നെ അവളുടെ സ്പോൺസറുടെ അടുത്തേക്കാണ്, എൻ്റെ അച്ഛൻ സൂര്യനാരായണൻ്റെ അടുത്തേക്ക്. അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് അവളെ എത്ര തിരഞ്ഞിട്ടും കാണാൻ പറ്റാഞ്ഞത്. ഏതോ ഓർഫനേജിൽ നിന്ന് വന്ന പെൺകുട്ടിയല്ല ജാനകി, തലയ്ക്ക് സുഖമില്ലാത്ത ഇവർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു പാവക്കുട്ടിയല്ല അവൾ. അവർ പഴയ കഥകളൊക്കെ പറ്റി പിന്നെയും പിന്നെയും പറയാണ്. ഇനിയും നിങ്ങളെന്തിനാ ജാനകിയുടെ പിന്നാലെ നടക്കുന്നതെന്നൊക്കെ അഭി ചോദിക്കും. ഇന്ദ്രജ പറയും നിങ്ങളിൽ നിന്ന് അകറ്റാനല്ല, ഞങ്ങളത് വന്ന് കണ്ടതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങാണ്. അവർ പോകാൻ തുടങ്ങുമ്പോൾ അഭി നകുലനെ പിടിച്ചിട്ട് പറയും ഇനി നിന്നെ ജാനകിയുടെ പിന്നാലെ പോകുന്നത് കണ്ട നീ ഇതുപോലെ തിരിച്ചു പോവില്ല എന്ന് പറയും. രാധാമണി മോള് മോള് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടുത്തെ ആയ വന്നിട്ട് കഞ്ഞി കുടിക്കാൻ വിളിക്കും. അപ്പോഴും ഇത് തന്നെ പറയുന്നത്. അപ്പോൾ അവർ പറയും മോള് മോള് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കിപ്പോൾ വരാൻ കഴിയില്ല, സിറ്റിയിലെ ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ കിടക്കുക എന്ന് പറയും. മോൾക്ക് ബോധം പോലും ഇല്ലെന്നാണ് കേൾക്കുന്നതെന്ന് പറയും. ഇത് കേട്ടിട്ട് രാധാമണി ഇങ്ങനെ നോക്കുമ്പോൾ ആയ പറയും നിങ്ങളെന്താ നോക്കി പഠിപ്പിക്കുകയാണെന്ന് ചോദിക്കും. നിങ്ങളോട് ദയ കാണിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ രാധാമണി ആ കഞ്ഞി തട്ടി തെറിപ്പിക്കുകയാണ്. അവിടുത്തെ നമ്പൂതിരി എന്ന് പറയും ഏത് നേരത്താണോ ഇത് ഏൽക്കാൻ എനിക്ക് തോന്നിയത്, അവരെ എന്തായാലും റൂമിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. നകുലനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നകുലനെ കൊന്നു കളയുന്ന അവനും പറയുന്നത് അവൻ്റെ ഭീഷണി എന്നൊക്കെ നകുലൻ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രജ വന്നിട്ട് പറയും അവൻ നിന്റെ സ്ഥലത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയല്ലോ, അവൻ്റെ ഭാര്യയുടെ പിന്നാലെ പോയിട്ടല്ലേ എന്ന് ചോദിക്കും. നിന്നോട് എനിക്ക് ഒന്നും പറയാനില്ല നകുല, നിൻ്റെ പിന്നാലെ നടന്ന് എൻ്റെ സമയം കൂടി നഷ്ടപ്പെട്ടു. ഞാനിതിവിടെ അവസാനിപ്പിക്കുക, നിനക്ക് കൂടെ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം, ഞാൻ പോവാണ്. നകുലനെ ഇന്ദ്രജയെ കുറ്റപ്പെടുത്താണ്. എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്തില്ല, അന്ന് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവളെ വിളിച്ചു കൊണ്ടുവരാൻ പോലും നിങ്ങൾ നോക്കിയില്ല. നിങ്ങളെൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന് തന്നെ അവൾ മരിച്ചു എന്ന് ഉറപ്പാക്കാനാണ്. ഞാൻ അവളെ ഓർത്തിട്ടാണ് 2-2.5 വർഷക്കാലം മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നത് തന്നെ. അവളെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ. ഇടത്തിൽ പോയിക്കോളും, ഞാൻ തിരിച്ചു വരുന്നില്ല, എനിക്ക് ജ്വാല ഗ്രൂപ്പിൻ്റെ കേരളത്തിലുള്ള ബ്രാഞ്ച് എനിക്ക് വേണമെന്ന് പറയും. ഇന്ദ്രജ പറയും അത് വല്യച്ഛൻ്റെയൊക്കെ മക്കളൊന്നും സമ്മതിക്കുമെന്ന് തോന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നകുലൻ പറയും എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് അത് മാത്രം മതി എന്ന് പറയും. മനേന്ന് നമ്പൂതിരിയുടെ കോള് വരുമ്പോൾ തന്നെ അബിക്ക് പേടിയാവും. അബി കോൾ എടുക്കുമ്പോൾ നമ്പൂതിരിക്ക് പറയാനുള്ളത് മൊത്തം രാധാമണി അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. മകളെ കാണുന്നതാണ് അവരുടെ ആവശ്യം, താൻ രാധാമണിയെ കൊണ്ടുപോയി മകളെ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറയും. അബി പറയും അതെനിക്കറിയാം, പക്ഷേ ഇവിടെ കൊണ്ടുവന്നാൽ അമ്മ ഇവിടുന്ന് പോയില്ല എന്ന് പറയും. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് നമ്പൂതിരി അറിയാം താൻ എന്ത് വന്നാലും അവരെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം, അവരെനിക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന്. ആ സമയത്ത് ഡൽഹിയിൽ നിന്ന് വന്ന ഡോക്ടർ ജാനകിയെ കാണാൻ വരികയാണ്. കണ്ണുകൾ അടയ്ക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബി പറയാറുണ്ടെന്ന് അറിയും. അപ്പോൾ ഡോക്ടർ പറയും കോമയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെ അതാണെന്ന് പറയും. നമുക്ക് ശരിയാക്കി എടുക്കാവുന്നുള്ളൂ, ആവശ്യം വന്നാൽ നമുക്ക് വേണമെങ്കിൽ ജാനകിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയും. പഴയ CI നടരാജൻ നിരഞ്ജനെ വിളിച്ച് പറയാണ് നമുക്ക് കേസ് ജയിക്കാൻ പറ്റിയൊരു സാക്ഷിയുണ്ട്, ആ സാക്ഷി മാത്രം മതി നമുക്ക് കേസ് ജയിക്കാമെന്ന്.